നമ്മളത് 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തോണേ അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. 1 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഓരോ ടീസ്പൂണ് വീതം. പിന്നെ നമുക്കതിലേക്കുണ്ടല്ലോ ചിക്കൻ മസാല ഉണ്ടല്ലോ 2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കൂടാതെ നോക്കിയോളൂ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഉണ്ടത് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ആവേണ്ട പോലെ തന്നെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ കേട്ടോ ആക്കി കൊടുത്തോളൂ കേട്ടോ. ഇപ്പം നോക്കിയേ നമ്മൾ നോക്കിയാൽ മസാല ഒക്കെ ഇതാ ചിക്കനിൽ നന്നായിട്ട് ആവേണ്ട രീതിയിൽ തന്നെ നമ്മളിതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇങ്ങനെ തന്നെ 15 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മളതൊരു ചീനിച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് അതിലൊരു 8 വറ്റമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഇതാ വറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വറ്റമുളക് ഉണ്ടല്ലോ ചതച്ചെടുക്കാനോ പാടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമില്ല കേട്ടോ 25 ചുവന്നുള്ളിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വറ്റമുളക് ഇതേപോലെ കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഉള്ളി ഇതേപോലെ കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളി അധികം മൂത്ത് പോകാനൊന്നും പാടില്ല. സാധാരണ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക വേണ്ട കേട്ടോ. അതങ്ങനെ വഴറ്റിയത് ഇതേപോലെ വന്നപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. അത് മാത്രമല്ല 1-2 വട്ടം തുറന്ന് ഇളക്കിയും കൊടുത്തോളൂ കേട്ടോ. റെഡി ആയിട്ടുണ്ടാവും കണ്ട ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഈ ചട്ടിയിലായി കാരണം ഒന്നും കൂടി ഇതിലിരുന്ന് ഒന്നും കൂടി വലിയും കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ ഇറക്കണത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടി വലിയും. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ പൊടിച്ച് കൊടുത്ത നമ്മുടെ ഈ മുളകുണ്ടല്ലോ ചതച്ചെടുത്തത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അതെന്താ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഏറ്റവും ഒടുവിലായിട്ടുണ്ടല്ലോ നമുക്കിതാ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മുടെ ചിക്കനിൽ അതേപോലെ ഒന്ന് വെതറിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് ചിക്കൻ റോസ്റ്റ് ആട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ട കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നല്ലേ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ്. അങ്ങനെ ഞാൻ എൻ്റെ ഷായിട്ടിന് ടേസ്റ്റ് നോക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൺമണിക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിപൊളി ചിക്കൻ റോസ്റ്റ് കേട്ടോ നമ്മൾ